ഇന്നും പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, ഗ്രീൻ അലർട്ട് എന്ന് പറഞ്ഞ അലർട്ടിന്റെ കളിയാണ്. ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായി കോഴിക്കോട് ഭാഗത്ത്. മലപ്പുറം ഭാഗത്ത് കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയുടെ വീടിന് സമീപത്ത് മണ്ണിടിച്ചിലുണ്ടായത്. അത് അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി മണ്ണിൽ ആഴ്ചയാണെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമായിട്ടുണ്ട്. അവസാനം മലപ്പുറം ജില്ലയിലെ മുഴുവൻ സൈറ്റുകളും മണ്ണെടുക്കുന്ന മുഴുവൻ സൈറ്റുകളും മൈനിങ് ജിയോളജിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മന്ത്രി. അപ്പോൾ അത് വേറെ വശത്ത് നടക്കുന്നു. ഒരു വശത്ത് മല ഇടിക്കുന്നു, മല തുറക്കുന്നു, അതങ്ങനെ പോകുന്നു. പുഴയുടെ വഴിക്ക് പോകുന്നു. പുഴയിൽ മണലെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ പ്രകൃതിയെ വല്ലാതെ പല രൂപത്തിൽ ഉപദ്രവിക്കുന്നതിനും എടുക്കുന്നതിനൊക്കെയുള്ള പണി ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് മഴയാണെങ്കിൽ മാറിക്കളിക്കുന്നു. ചെറിയ മഴ, ചെറിയ പ്രദേശത്ത് വലിയ മഴ, ചെറിയ സ്ഥലത്ത് കുറഞ്ഞ അളവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ മഴ, മേഘവിസ്ഫോടനം പോലുള്ള മഴ വന്നാൽ മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മണ്ണൊലിപ്പുണ്ടാക്കുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നു. കണ്ണടച്ച് തുറക്കുമ്പോഴാണ് ഉരുൾപൊട്ടി ഇങ്ങനെ താഴെ വരുന്നത്. അതുപോലെ തന്നെ ഫ്ലഡ് ഉണ്ടാവുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കേരളത്തിൽ ഫ്ലഡ്, ഡ്രോട്ട്, ലാൻഡ് സ്ലൈഡ്, കോസ്റ്റൽ ഏരിയയുടെ പ്രശ്നങ്ങൾ, ഈ 4 വിഷയവും അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹിമാലയൻ ടാസ്ക് ആണ്, ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഇതെല്ലാം കൂടി ചെയ്തെന്ന് പറഞ്ഞാൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പെട്ടെന്നില്ല വായിൽ കൊച്ചുകുട്ടികൾക്ക് ചോറുരുട്ടി കൊടുക്കുമ്പോൾ തീർക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. ഇത് വളരെ കൃത്യമായി മലനാടിനെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പുഞ്ചിരിമട്ടത്ത് എങ്ങനെയാണ് പുഞ്ചിരിമട്ടവും അതുപോലെ തന്നെ മുണ്ടകൈ ചൂരൽമലയിലും ഉരുൾപൊട്ടിയത്? വെറുതെ ഉരുൾപൊട്ടിയതാണോ? അല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഓരോ സ്ഥലത്തും ഇത് സംഭവിക്കുന്നത് എന്നുള്ള, ഇപ്പൊ പുത്തുമലയുടെ ഉരുൾപൊട്ടിയതിന്റെ 7ാം വാർഷികത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നലെ 7ാം വാർഷികമായിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേരളത്തിലെ ഭൂവിനിയോഗത്തിന് വന്നിട്ടുള്ള വലിയ മാറ്റം, അതായത് ബഹുവിളകളിൽ നിന്ന് ഏകവിളകളിലേക്ക് തുടങ്ങി പ്ലാന്റേഷനിലേക്ക് പോയത് വഴി തുടങ്ങി ഒരുപാട് മാറ്റം കേരളത്തിൽ ഭൂവിനിയോഗത്തിൽ വരുത്തിയിട്ടുണ്ട്. കാർഷിക രീതിയിൽ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണിടിക്കുന്നതിൽ വരുത്തിയിട്ടുണ്ട്, മലയിടിക്കുന്നതിൽ വന്നിട്ടുണ്ട്, പുഴ നികത്തുന്നതിൽ വന്നിട്ടുണ്ട്. 8 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന വയൽ 1.5 ലക്ഷം ഹെക്ടറിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. വാട്ടറിന്റെ റിസർവോയറുകളായിരുന്നു, വെള്ളം അധികമായി വരുന്ന മഴവെള്ളം കയറിക്കിടക്കാനുള്ള റിസർവോയറുകളായിരുന്നു, ഡാമുകളായിരുന്നു എന്ന് പറയാം. മനുഷ്യൻ നിർമ്മിച്ചതല്ല, പ്രകൃതി നിർമ്മിച്ച റിസർവോയറുകളും ഡാമുകളുമായിരുന്നു വയലുകൾ. 1 ഹെക്ടർ വയലുണ്ടെങ്കിൽ 10 സെന്റ് വയൽ, 1 ഹെക്ടർ പോട്ടെ 10 സെന്റ് വയലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളം കെട്ടിക്കിടക്കും. പക്ഷെ ഇതൊക്കെ ആരോട് നമ്മളിന്ന് പറയുക? അപ്പോൾ നമുക്ക് വികസനം വേണം, ശരിയാണ്, കൃത്യമായിട്ട് വികസനം വേണം. ഈ ഒരു മലനാട് ഇടനാട് തീരപ്രദേശത്തിനകത്തെ വികസിക്കാനും കഴിയുകയുള്ളൂ. 10-38,000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് കിടക്കുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ ആളുകളിൽ 3.5 കോടി ആളുകൾക്ക് വികസിക്കണം, ഒരു തർക്കമില്ല. അവർക്ക് റോഡ് വേണം, പാലം വേണം, വലിയ വലിയ സംവിധാനം വേണം, വിമാനത്താവളം വേണം, റെയിൽവേ വേണം, എല്ലാം വേണം, യാതൊരു തർക്കവും അതിനകത്ത്. വാഹനങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്, എല്ലാം വരട്ടെ. പക്ഷെ ഇതെല്ലാം വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത്, നമ്മൾ പ്രവർത്തിക്കേണ്ടത്, മഴ വല്ലാതെ ഇവിടെ മാറിക്കളിക്കുന്നുണ്ട്, മഴ വല്ലാതെ നമ്മളെ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇനി മഴയൊന്ന് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? വരൾച്ച വരും. അപ്പോൾ വേനൽക്കാലത്ത് വരൾച്ച, മഴക്കാലത്ത് പ്രളയം, പ്രളയവും വരൾച്ചയും ഇങ്ങനെ മാറി 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 നമ്മെ ഇങ്ങനെ കളിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വളരെ കൃത്യമാണ് നമ്മുടെ കാര്യങ്ങൾ, വളരെ വളരെ കൃത്യമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിൽ പ്രളയവും വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും ഇതെല്ലാം കൂടി കൊണ്ട് കേരളം ഇങ്ങനെ വീർപ്പ് മുട്ടുകയാണ്. ഇതിനിടയിലാണ് കാർഷിക രംഗത്തുണ്ടാകുന്ന മാറ്റം, വനവൽക്കരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ, കണ്ടൽക്കാടിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തണ്ണീർത്തടത്തിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ വലിയ വിഷയമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മണലെടുക്കുന്നതിനെ സംബന്ധിച്ചായാലും ഡാമുകൾ ഡീസിൽറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചായാലും ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ചിട്ടായാലും വളരെ കൃത്യമായിട്ടുള്ള ചില നടപടികളും ചില പഠനങ്ങളും ചില നിരീക്ഷണങ്ങളും കൃത്യമായ ശാസ്ത്രീയമായ അറിവുകളും വെച്ചുകൊണ്ട് പുതിയൊരു കേരളത്തെക്കുറിച്ച് ചിന്തിക്കണം. പുതിയ കേരളം എന്ന് പറഞ്ഞാൽ നവകേരളം അല്ലെങ്കിൽ പുതിയുഗ കേരളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പ്രകൃതിയെ കൂടി പരിഗണിക്കുന്ന, വെള്ളത്തെ പരിഗണിക്കുന്ന, കാർഷിക രീതികളെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ആയുസുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വളരെ കൃത്യമായി വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മഴ പെയ്താൽ മലനാട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും വലിയ ഭീതിയിലാണ്. എങ്ങനെയാണ്, എവിടെ പോകണമെന്നറിയില്ല. അത് മലവെള്ളം എടുത്തുകൊണ്ട് പോകുന്നു, വീടും സംവിധാനങ്ങളും ഒക്കെ. ഇനി കുറച്ച് താഴോട്ടിറങ്ങിയാൽ
വലിയ തോതിലാണ് പ്രളയം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയായി, ഒരു വിഷയമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗൗരവമായി നമ്മൾ സമീപിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയായിരിക്കും നമ്മെ കാത്തിരിക്കുന്നതെന്നത് യാതൊരു തർക്കവുമില്ല. അത് കൃത്യമാണ്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ, ഗൗരവതരമായി ആലോചിച്ച് നമ്മൾ നീങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ മുറിവായിരിക്കും നമുക്ക് കേൾക്കുന്നത്. മഴ കൊണ്ട് മുറിവേൽക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി അഭയാർത്ഥികളുടെ ക്ലൈമാറ്റിക് അഭയാർത്ഥികളുടെ, കാലാവസ്ഥ അഭയാർത്ഥികളുടെ നാടായി കേരളം മാറും. അങ്ങനെ മാറാതിരിക്കട്ടെ. നമുക്കാവശ്യമായ പഠനങ്ങളും നിരീക്ഷണങ്ങളും പ്രാദേശിക സർക്കാരുകളുടെ ഇടപെടലുകളും എല്ലാം വളരെ ഗുരുതരമാണ്, ഗൗരവതരമാണ്. അതിലേക്ക് നമ്മൾ പോകുമോ എന്നുള്ളതാണ് കാലം നമ്മളോട് ചോദിക്കുന്ന ഒരു കാവ്യനീതി, അല്ലെങ്കിൽ കാലം നമ്മളോട് ചോദിക്കുന്ന കാര്യം അതാണ്. അതിലേക്ക് നമ്മൾ വരുമോ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മഴ എന്ന് പറയുന്നത് വളരെ വലിയ തോതിൽ മഴയുടെ സ്വഭാവത്തിൽ മാറി. 120-130 ദിവസം മഴ കിട്ടിക്കൊണ്ടിരുന്നത് 10-40 ദിവസമായി മഴ ചുരുങ്ങി. മഴയുടെ മണിക്കൂറിൽ വ്യത്യാസം വരുന്നു, മഴയുടെ സമയത്തിൽ വലിയ വ്യത്യാസം വരുന്നു, സ്ഥലത്തിൽ വ്യത്യാസം വരുന്നു. അങ്ങനെ സ്ഥലത്തിലും സമയത്തിലും കാലത്തിലുമൊക്കെ വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മഴയാണ് ഇവിടെ പെയ്ത് ഈ കുഞ്ഞു കേരളത്തിൽ വീഴുന്നത്. അത് മനസ്സിലാക്കിയുള്ള ഗൗരവതരമായ ഇടപെടലുകൾ വളരെ പ്രധാനമാണ്.